നിറയെ പ്രേമങ്ങൾ വല്ലതും ഉണ്ടായിരുന്നത് കൊണ്ടാണോ ഇനി നമ്മൾ പ്രേംകുമാർ എന്ന പേര് പ്രേമേട്ടന് കിട്ടാൻ സാധ്യത? പ്രേംകുമാറും പ്രേമവും തമ്മിലുള്ള എന്തെങ്കിലും ബന്ധമുണ്ടോ? എന്തായാലും ഒരു 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 മനസ്സിലൊരു കാതലുള്ള മനുഷ്യനാണ്. ആണ്. അതാണ്. ഒരാളോട് ഒരു ഒരുപാട് പ്രേമം പേരോട് എവിടെയോ ഉണ്ട് മനസ്സിൽ. വേറെ സെറ്റിലൊന്നും അല്ലാതെ ഒന്നും അറിയുന്ന രീതിയിലൊന്നും ഇല്ല അല്ലേ ജയറാമേട്ടാ? ഇല്ല, നല്ല മനുഷ്യനാണ്. നല്ല ഒരു ദുസ്വഭാവങ്ങളും ഇല്ലാത്ത ഒരു പച്ചയായ മനുഷ്യനാണ്. താങ്ക് യു. ഒന്നുമില്ല, വേറെ വീക്ക്നെസ് എന്ന് പറയാൻ ഒന്നുമില്ല. ഒന്നുമില്ല, എല്ലാം. ഈ കഥ പറയുന്നതിന്റെ ഒരു എക്സ്പെർട്ട് മുകേഷ് ഏട്ടനാണ്. പക്ഷെ ജയറാംജി നമ്മുടെ ഈ പുതുക്കോട്ടയുടെ സമയത്ത് ഒരു കഥയുണ്ടാക്കി. അതൊരു ഹൊററായിരുന്നു. എനിക്കത് ഇപ്പൊ അത് അത്രയും കൊണ്ട് പറയാൻ പറ്റുന്നില്ല. അന്ന് ആനി, ബിന്ദുജ ഇവരെല്ലാം ഇരുന്നിട്ട് ഈ കഥ കേട്ടിട്ടേ ഇവര് സത്യത്തിൽ അപ്പോഴും ഉണ്ടാക്കിയ ഒരു കഥയാ. പക്ഷെ ഈ ഇവര് പേടിച്ച് വരച്ചിട്ട് അന്ന് രാത്രി ഒന്നും അവർ ഉറങ്ങിട്ടില്ല, പിറ്റേന്നൊന്നും പറഞ്ഞു അങ്ങനെ ബിൽഡ് ചെയ്യും. അതാണ് ജയറാംജിയുടെ ഒരു ആണ് ഭയങ്കരമാണ്. അത് മിമിക്രിയിൽ നിന്ന് കിട്ടുന്ന ഒരു സംഭവം കൂടിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ആയിരിക്കാം. അത് അവരെല്ലാം വിശ്വസിക്കുകയും ചെയ്തു അല്ലേ ഏട്ടാ? അങ്ങനെ നായികമാരെ ഇങ്ങനെ അല്ല, ഇങ്ങനെ ഒരു പറഞ്ഞു സ്റ്റോറി ഉണ്ടാക്കിയത് പറയാം. അതിന് അതിന്റെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ ഇങ്ങനെ അത് പറയും. അത് ഭയങ്കര അല്ല, അങ്ങനെ പറഞ്ഞ് പെട്ടെന്ന് വിശ്വസിപ്പിക്കാൻ പറ്റുന്ന ഒരു നായിക ഏതായിരിക്കും? പെട്ടെന്ന് ജയറാമേട്ടൻ പറഞ്ഞ് കൺവിൻസ്ഡ് ആയി എന്ത് പൊട്ടക്കഥയാണെങ്കിലാ ശരിയെന്ന് പറഞ്ഞ് അത് ഇമ്പാക്ട് ചെയ്യുന്ന ഒരു നായിക. അത് ഉർവശി തന്നെയായിരിക്കണം. അതാണ്. ജയറാമേട്ടൻ പറഞ്ഞത് വിശ്വസിക്കും, ചേച്ചി വിശ്വസിക്കും അത്? അങ്ങനെ ഇല്ല. അങ്ങനെ ഒന്ന് രണ്ട് കഥകൾ പറഞ്ഞത് ഉർവശി വിശ്വസിച്ച് വേറെ സ്ഥലത്ത് ഉർവശി പാവം റീപ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാന്നുള്ളത് പാവം എന്നെ വിശ്വസിച്ച് അത് പോയി പറഞ്ഞതാ ഇങ്ങനെ ഉണ്ട് എന്നുള്ളത്. അത് എന്നാലും ഉർവശി പറയാം. ആണ്. പക്ഷെ നിങ്ങൾ രണ്ടുപേരും കൂടെ ഇരിക്കുമ്പം പറയേണ്ട ഒരു കോമ്പിനേഷൻ ഒരു പേരൂടെ ഉണ്ട്, നമ്മുടെ ഇന്ദ്രൻ ചേട്ടന്റെ. അയ്യോ, കാരണം അനിയൻ ബാവ ചേട്ടൻ ബാവയുടെ ഒക്കെ സമയത്ത് എന്ത് നല്ല സപ്പോർട്ടാണ് കൊടുത്തോണ്ടിരുന്നത്. ഇങ്ങനെ ഒരു ചേഞ്ച് ആണ് പിന്തുണ വന്നല്ലേ. പക്ഷെ അന്ന് പ്രെഡിക്റ്റ് ചെയ്തിരുന്നു ജയറാമേട്ടൻ? എങ്ങനെയായിരുന്നു ഇന്ദ്രൻ ചേട്ടൻ സെറ്റിലൊക്കെ? കാരണം ഇന്ദ്രൻ തുടക്കം അപരന്റെ സമയത്തൊക്കെ ഇന്ദ്രൻ കോസ്റ്റ്യൂമറാണ്. ഇന്ദ്രൻസ് എന്നുള്ള അപരന്റെ ഒക്കെ എല്ലാം പത്മനാഭ സാറിന്റെ എല്ലാ പടങ്ങളുടെയും കോസ്റ്റ്യൂമറാണ്. അപ്പോൾ അതിലൊക്കെ ചെറിയ ചെറിയ വേഷങ്ങൾ അഭിനയിക്കും. ആ വേഷങ്ങൾ അഭിനയിക്കുമ്പോൾ തന്നെ ഇന്ദ്രനോട് എപ്പോഴെങ്കിലും ചോദിച്ചോളൂ. അപ്പോൾ ഒക്കെ നമുക്ക് തോന്നിയിട്ടുണ്ട് ഈ ഭയങ്കര സ്പാർക്കായിട്ട് വരുന്നുള്ളത്, ഒരു ഭയങ്കര ആക്ടറായിട്ട് വരുന്നുള്ളത്. പിന്നെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു ശൈലി പിടിച്ചു ആ കോമഡിക്ക്. അത് കഴിഞ്ഞ് ഞങ്ങൾ എത്രയോ സിനിമകൾ അഭിനയിച്ചിട്ടില്ല. അങ്ങനെ ആ സമയത്തും ഞാൻ ഇന്ദ്രനോട് പറഞ്ഞിട്ടുണ്ട് വേറെ ഒരു ആക്ടർ ഇന്ദ്രനകത്തുണ്ടെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഇന്ദ്രനോട് എപ്പോഴെങ്കിലും ചോദിച്ചു. ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് പുസ്തകമൊക്കെ വായിക്കുന്ന ഒരാളാണ് എല്ലാം ഇന്റലക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്ന ആളാണ്. ഈ കണ്ടാൽ വളരെ ഒരു സൗമ്യമായിട്ട് ഇങ്ങനെ പറഞ്ഞു എല്ലാ കാര്യങ്ങളും വാച്ച് ചെയ്യുന്ന ആളാണ്. സെൻസിബിൾ ആണ്, വളരെ സെൻസിബിൾ ആണ്. അപ്പൊ എന്തായാലും ജയറാമേട്ടൻ ഇവിടെ എത്തുന്നു എന്ന് പറഞ്ഞപ്പോ തന്നെ പ്രേമേട്ടൻ ഇവിടെ ഓടിയെത്തി. അതിനൊരു വലിയ നന്ദി അറിയിക്കുകയാണ്. കാരണം ഇപ്പൊ വലിയൊരു പോസ്റ്റൊക്കെ അലങ്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ കൂടിയാണ്. അപ്പൊ അതിന്റെ ആ തിരക്കുകളൊക്കെ മാറ്റി വെച്ച് നമുക്ക് വേണ്ടി ഇവിടെ ബിഹൈൻഡ് വുഡ്സിന് വേണ്ടി ജോയിൻ ചെയ്തതിന് വലിയൊരു താങ്ക്സ് അറിയിക്കുകയാണ്.